ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശരീരം സ്വരൂപം തഥാ വാകരത്വം യശശ്ചാരുചിത്രം ധനം മേരുതുല്യം മനശ്ചേന ലഗ്നം ഗുരോരംഘ്രി പത്മേ തതഃ കിം തതഃ കിം തതഃ കിം തതഃ കിം. ഇവിടെ ഒരു സങ്കല്പമുണ്ട്. അത് നിങ്ങളുടെ മുതിർന്ന കുട്ടികളാകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇവിടെ സങ്കല്പമുണ്ട്. ഗുരു ബ്രഹ്മാവാണ്, ഗുരു ശിവനാണ്, ഗുരു മഹാവിഷ്ണുവാണ്. ആ ഓരോ ദേവതാ സങ്കല്പങ്ങളും നമുക്ക് കാണിച്ചു തരുന്നത് ഈ ദേവതകളുടെ മുകളിലാണ് ഗുരുവിന്റെ സ്ഥാനം എന്നാണ്. ആ ഒരു സ്ഥാനത്തെ കണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മളെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരെ നമ്മൾ കാണുന്നത് ആ ഗുരുസ്ഥാനത്തേക്കാണ്. ഇവിടെ കണ്ണടച്ചുകൊണ്ട് മനസ്സുകൊണ്ട് വന്നിക്കുക. ഗുരുവായ ദക്ഷിണാമൂർത്തിയെ മനസ്സിൽ കാണും, ഈ പരമേശ്വരനെ മനസ്സിൽ കാണും. നമ്മുടെ ചിന്ത പൂർണ്ണമായിട്ടും ആ പുല്ലാങ്കുഴലിന്റെ നാദത്തിലേക്ക് മാറ്റുക. മറ്റുള്ള ശബ്ദങ്ങളൊന്നും നമ്മളുണ്ടാവരുത്. അതിന് മാത്രം ശ്രദ്ധിക്കുക. ഗുരുവിന്റെ പാദം മനസ്സിൽ കാണാം. ഗുരുവിന്റെ പാദം മുതൽ ശിരസ് വരെ മനസ്സുകൊണ്ട് കാണുക. നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും എല്ലാ ചിന്തകളെയും മാറ്റി ശാന്തമാക്കുക. ശാന്തമായിട്ടുള്ള മനസ്സിൽ മാത്രമേ ആ മനസ്സിൽ നിന്ന് മാത്രമേ യഥാർത്ഥ പ്രാർത്ഥന ഉണ്ടാവുകയുള്ളൂ. ഗുരുനാഥനോട് പ്രാർത്ഥിക്കുക. എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണേ. എൻ്റെ തെറ്റിൽ നിന്നെല്ലാം എന്നെ നേർവഴിക്ക് നയിക്കണേ. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഗുരു അത് അവിടത്തേക്കുള്ള യജ്ഞമാക്കി തീർക്കണേ. എന്നെ എന്നും നന്മയിലേക്ക് നയിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. കണ്ണടച്ചുകൊണ്ട് ആ ഗുരുനാഥന്റെ പാദം മനസ്സുകൊണ്ട് കാണാം. നിങ്ങളുടെയൊക്കെ എല്ലാ ഗുരുനാഥന്മാരും കൂടെ ഇല്ലെങ്കിലും നമ്മളെ അക്ഷരം പഠിപ്പിച്ച ആ ഗുരുനാഥനെ മനസ്സിൽ കാണും എല്ലാവരും. നമ്മുടെ മുന്നിൽ ആ ഗുരുനാഥന്മാരെല്ലാവരും ഇരിക്കുന്നുണ്ട് എന്ന് മനസ്സിൽ കാണാം. ആ ഗുരുവിന്റെ പാദത്തിൽ നമസ്കരിക്കുന്നതായിട്ട് മനസ്സിൽ കാണാം. നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത്
ആ ഗുരുവിൻ്റെ രണ്ട് കൈകളും നമ്മുടെ ശിരസിൽ സ്പർശിക്കുന്നതായിട്ട് മനസ്സുകൊണ്ട് കാണാം. ആ ഗുരുവിൻ്റെ ചൈതന്യം, ഗുരുവിൻ്റെ ശക്തി നമ്മളിലേക്ക് പ്രവഹിക്കുന്നതായിട്ട് മനസ്സുകൊണ്ട് കാണാം. ഇന്ന് നമ്മൾ ആ ഗുരുവിൻ്റെ പാദം ഓരോരുത്തരും ആ ഗുരു ഇരിക്കുന്ന സിംഹാസനത്തിന്റെ മുൻഭാഗത്തായിട്ടൊരു പീഠം മനസ്സിൽ സങ്കല്പിക്കുക. ആ പീഠത്തില് ഒരു സ്വർണ്ണ താമ്പാലം, ഒരു സ്വർണ്ണ തളിക വെച്ച് ഇവിടെ ചെയ്യണ സമയത്ത് നിങ്ങളത് മനസ്സുകൊണ്ട് ചെയ്യാം. ഗുരുനാഥന്മാരുടെ മുൻപിരിക്കുന്ന കുട്ടികൾ സാവധാനം കണ്ണു തുറന്ന് ആ ഗുരുനാഥന്റെ പാദം ആ തളികയിലേക്ക് എടുത്തു വയ്ക്കുക. ഇനി എല്ലാവരും കൈ തൊഴുത് പിടിച്ചുകൊണ്ട് ആ പാദത്തില്, ആ രണ്ട് പാദത്തിലും ഒന്ന് സ്പർശിക്കുക. നമ്മുടെ ശിരസിൽ ഒന്ന് സ്പർശിച്ചിട്ട് നമ്മുടെ ശിരസിൽ വയ്ക്കുക. നമസ്കരിക്കുക. കുട്ടികൾ ഭാവിച്ച് ചെയ്താൽ മതി. നിങ്ങളും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ കയ്യിലുള്ള നമ്മുടെ ഗ്ലാസ്സിലുള്ള വെള്ളം കയ്യിലേക്ക് പിടിക്കുക. രണ്ട് കൈ കൊണ്ടും പിടിച്ച് ഭാരതത്തിലെ സർവ തീർത്ഥങ്ങളായ സപ്ത നദികളെയും മനസ്സിൽ ധ്യാനിക്കുക. ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. ഗ്ലാസ് പ്രാർത്ഥിക്കുക. ഓം ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് അവിടെ ഇരിക്കുന്ന കുട്ടികളും അങ്ങനെ മനസ്സോട് ഭാവിച്ചുകൊണ്ട് ചെയ്യാം. നമ്മൾ മനസ്സിൽ ചിന്തിക്കുക. ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് ഈ സർവ തീർത്ഥങ്ങളുടെയും സാന്നിധ്യം നമ്മൾ ആ ഗ്ലാസ്സിലുള്ള തീർത്ഥത്തിലേക്ക് വരുന്നതായിട്ട് മനസ്സുകൊണ്ട് ഭാവിക്കുക. നമ്മൾ ഭാവിക്കുന്നത് പോലെയാണ് സംഭവിക്കുക. ഇനി നമ്മൾ സാവധാനം ആ ഗുരുനാഥന്റെ പാദത്തിലേക്ക് 3 പ്രാവശ്യമായിട്ട് ഗംഗാതീർത്ഥമാണ് അത് പ്രദക്ഷിണമായിട്ട് ഒഴിക്കുക. ആ സമയത്ത് ഒരു മന്ത്രം ജപിക്കുക. ഓം ഗുരുഭ്യോ നമഃ. എല്ലാവരും ജപിക്കുക. ഓം ഗുരുഭ്യോ ഓം ഗുരുഭ്യോ നമഃ. ഓം ഗുരുഭ്യോ ഓം ഗുരുഭ്യോ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഗ്ലാസ് ഒരു ഭാഗത്ത് വയ്ക്കുക. നമ്മളെ രണ്ട് കൈകൊണ്ടും ആ ഗുരുനാഥന്റെ പാദത്തിലുള്ള ഗംഗാതീർത്ഥം രണ്ട് കൈകൊണ്ടും നമ്മൾ തുടച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ പടിയായിട്ട് മുന്നിൽ തന്നിരിക്കുന്ന ചന്ദനമുണ്ട്. ചന്ദനം നമ്മൾ കയ്യിലെ ഈ 3 വിരൽ കൊണ്ടാണ് നമ്മൾ ചന്ദനം തൊടേണ്ടത്. ത്രിപുണ്ഡം എന്നാ പറയാ. 3 വിരലിലും ഈ ചന്ദനമാക്കിയിട്ട് ആ 2 പാദത്തിലും പൊട്ടിട്ട് കൊടുക്കുക. ഇനി നമ്മൾ മുന്നിൽ തന്നിരിക്കുന്ന കുങ്കുമമുണ്ട്. അത് മോതിര വിരലുകൊണ്ട് കുങ്കുമത്ത് തൊട്ട് ആ 2 കാൽ ആ പൊട്ട് തൊട്ടിന് നടുവിലായിട്ട്
ഒരു വിരലുകൊണ്ട് തൊട്ട് കൊടുക്കുക. അതിന് മധ്യഭാഗത്തായിട്ട് തുടയ്ക്കുക. ഇനി സാവധാനം നമ്മുടെ ഗുരുവിൻ്റെ പാദം ഒന്ന് പൊന്തിച്ചു കൊടുക്കുക. ആ തീർത്ഥം നമ്മൾ ഗ്ലാസ്സിലേക്ക് വീണ്ടും പകരുക. വീണ്ടും ആ പാദങ്ങളെ ആ താരത്തിലേക്ക് എടുത്ത് വെക്കുക. ചന്ദനത്തിനെടുത്ത് കത്തിക്കുക. കത്തിച്ച് 3 പ്രാവശ്യം ഗുരുവിന്റെ പാദത്തില് ഓം ഗും ഗുരുഭ്യോ നമഃ എന്ന് ജപിച്ചുകൊണ്ട് 3 പ്രാവശ്യം ഒഴിയുക. ഓം ഗും ഗുരുഭ്യോ നമഃ, ഓം ഗും ഗുരുഭ്യോ നമഃ, ഓം ഗും ഗുരുഭ്യോ നമഃ, ഓം ഗും ഗുരുഭ്യോ നമഃ, ഓം ഗും ഗുരുഭ്യോ നമഃ. ആ ചിരാതിന്റെ മുകളിലായിട്ട് ചന്ദനത്തിൽ വെക്കാം. ഇവിടെ വെക്കാൻ സംവിധാനം ഇല്ലെങ്കിൽ ചിരാതിന്റെ മുകളിലായിട്ട് വെക്കാം. ഇനി നമ്മള് എല്ലാവരുടെ കയ്യിലും പുഷ്പം വേണം. തുളസിയും തെച്ചിപ്പൂവും കൂടെ മിക്സ് ചെയ്തിട്ട് വെക്കുക. ഒരു പ്രാവശ്യം ആ പാദത്തില് ഓം ഗും ഗുരുഭ്യോ എന്ന് പറഞ്ഞിട്ട് നമ്മള് പാദത്തിൽ സമർപ്പിക്കുക. ഓം ഗും ഗുരുഭ്യോ നമഃ, ഓം ഗും ഗുരുഭ്യോ നമഃ, ഓം ഗും ഗുരുഭ്യോ നമഃ. ഇനി നമ്മൾ ആ ചടങ്ങ് കഴിഞ്ഞ് ഇനി നമ്മൾ മാല തന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും ഗുരുനാഥന്മാർക്ക് മാല കരുതിയിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി ആ മാല ആ കഴുത്തിലേക്ക് ചാർത്തിക്കൊടുക്കും. ഒന്ന് തലതാഴ്ത്തി കൊടുക്കുക. ഉള്ള ആൾക്കാരെ ചെയ്താൽ മതി, അല്ലാത്തവര് ഭാവിച്ചാൽ മാത്രം മതി. കാരണം നമ്മൾ ക്ഷേത്രത്തിൽ എങ്ങനെയാണോ ഒരു പൂജ ചെയ്യുന്നത്, ആ ദേവതയെ എങ്ങനെയാണോ നമ്മൾ ആരാധിക്കുന്നത്, അതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് ഗുരുനാഥന്മാർ സ്വയം ദേവതയുടെ ഭാവത്തിലേക്ക് മാറും. ഇനി നമ്മള് ആ ഗുരുനാഥന്മാർ ചെയ്യേണ്ടത് ആ കുട്ടികളുടെ ശിരസ്സിൽ ഒന്ന് കൈവയ്ക്കുക. അത്രയും ചെയ്ത കുട്ടികളുടെ ശിരസ്സിൽ ഒന്ന് കൈവയ്ക്കുക. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. കാരണം ഒന്ന് പൂർണ്ണമായിട്ടും ഗുരുനാഥനെ നമ്മൾ ഒഴിയാം. ഓം ഗും ഗുരുഭ്യോ നമഃ, ഓം ഗും ഗുരുഭ്യോ നമഃ, ഓം ഗും ഗുരുഭ്യോ നമഃ, ഓം ഗും ഗുരുഭ്യോ നമഃ. അവിടെ വയ്ക്കാം. ഇനി നമ്മൾ എടുക്കേണ്ടത്, നമ്മളെ മുന്നിൽ മധുരം തന്നിട്ടുണ്ടോ? ഉണ്ടോ? ഈ മധുരം എടുത്ത് ആദ്യം നമ്മളെ ഗുരുക്കന്മാരുടെ ദേവതാ ഭാവത്തിൽ കണ്ട് കുട്ടികള് ഈ മധുരം ഒന്നെടുത്ത് നമ്മളെ ഗുരുക്കന്മാരുടെ വായിൽ വെച്ചു പ്രാർത്ഥനയോടുകൂടി ചെയ്യണം. ഒന്നെടുത്ത് കുട്ടികളെ വായിൽ വെച്ചു കൊടുക്കുക. ഇത് ആ ജീവിതത്തിൽ മുഴുവനും ആ കുട്ടികൾക്ക് ഗുരുനാഥന്മാരുടെ കൃപയായിട്ട് ഭവിക്കട്ടെ.
ഇനി നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുക. അവരനുഗ്രഹിക്കാൻ വേണ്ടി ഗുരുനാഥന്മാര് നിങ്ങൾ പ്രാർത്ഥനാപൂർവം വേണം ഇരിക്കാൻ. ഇത് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ചടങ്ങാണ്. ഈ കുട്ടികളൊക്കെ നിങ്ങളുടെ കുട്ടികളാണ്. ഇവിടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അധ്യാപക വൃത്തിയാണ്. ഏറ്റവും കൂടുതൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെടുന്ന അധ്യാപകരാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. ആ ഗുരുനാഥൻ്റെ അനുഗ്രഹം കണ്ണടച്ചിരിക്കുന്ന കുട്ടികളുടെ ശിരസ്സിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നതായിട്ട് മനസ്സുകൊണ്ട് ഭാവിക്കുക. എപ്പോഴും കൂടെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ വിജയത്തിലും എൻ്റെ പരാജയത്തിലും എൻ്റെ കൈ പിടിച്ച് എന്നെ നയിക്കണേ. ഉത്തമ മാർഗത്തിലേക്ക് എന്നെ കൈപിടിച്ച് നയിക്കണേ ഗുരു എന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ ഇനി കണ്ണു തുറന്ന് ഈ ചടങ്ങിൻ്റെ പൂർണ്ണതയാണ്. അല്പം പുഷ്പം എടുത്ത് കൈപിടിക്കുക. മുന്നിലിരിക്കുന്ന ഓരോരോ കുട്ടികളും അല്പം പുഷ്പം എടുത്ത് കൈപിടിക്കുക. നമ്മൾ നേരത്തെ ജപിച്ച മന്ത്രം, ഗുരുവിൻ്റെ മന്ത്രം ജപിച്ചുകൊണ്ട് ആ പാദത്തിലേക്ക് ഒരിക്കൽ കൂടി അർച്ചന ചെയ്യുക 9 പ്രാവശ്യം. ഓം ഗും ഗുരുഭ്യോ നമഃ. 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 നമ്മൾ എല്ലാ തരത്തിലും ഗുരുവിനെ ആരാധിച്ചു കഴിഞ്ഞു. ഇനി അവസാനം പല ഉപാധികൾ കൊണ്ട് നമ്മൾ ഗുരുവിനെ ആരാധിക്കും. തീർത്ഥം കൊണ്ട് ആരാധിച്ചു, ചന്ദനം കൊണ്ട് കുങ്കുമം കൊണ്ടും നമ്മൾ ആരാധിച്ചു, ചന്ദനത്തിരി കൊണ്ട് ധൂപം കൊണ്ട് ആരാധിച്ചു, ദീപം കൊണ്ട് ആരാധിച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു അവസാന ചടങ്ങാണ്. ഏതൊരു ചടങ്ങിലും 3 പ്രാവശ്യം ഓം ഗും ഗുരുഭ്യോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവിൻ്റെ പാദത്തിൽ 3 പ്രാവശ്യം കഴിഞ്ഞ് പിന്നെ ആ ശരീരത്തിന് 3 പ്രാവശ്യം മന്ത്രം ജപിച്ചുകൊണ്ടുകൂടിയ ഓം ഗും ഗുരുഭ്യോ നമഃ. 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 അത് അവിടെ മുന്നിൽ വെക്കുക. ആ ഇലയിൽ വെക്കുക. എന്നിട്ട് കുറച്ച് പുഷ്പം നമ്മൾ ആ പാദത്തിൽ നിന്ന് എടുക്കുക ഉള്ള കുട്ടികൾ. എന്നിട്ട് ആ ആരതി തട്ടിനെ ആ ശിരാതിന് 1 പ്രാവശ്യം ഒഴിഞ്ഞ് ആ പാദത്തിലേക്ക് ഇടുക. ഇനി 2 കൈ തൊഴുത് പിടിക്കുക. നമ്മുടെ പൂജ ഇവിടെ പൂർത്തിയായി. 2 കൈ തൊഴുത് പിടിക്കുക. ലോകശാന്തിക്കുള്ള മന്ത്രം ജപിക്കുന്നതിന് മുന്നേ നമ്മുടെ ഗുരു ആരാണ്? പരമശിവനാണ് അല്ലേ? അപ്പൊ നമ്മൾ പരമശിവന്റെ ഒരു ഭജന ചൊല്ലിയാലോ?
ശിവ 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 ശംഭോ ഹര 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 ശംഭോ ഹര മഹാദേവ ശംഭോ ഹര മഹാ